എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓൾഡ് ഷർട്ട് എങ്ങനെ റീയൂസിങ് ചെയ്യുക എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ബട്ടൻ്റെ അവിടുന്ന് മുകൾ ഭാഗത്തേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ കറക്റ്റായിട്ട് ഞാൻ ഒരു ലൈന് വരക്കുന്നുണ്ട്. ഇതേപോലെ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററൊന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് സെൻറ്ററൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്കിംഗ് നിന്ന് അടിഭാഗത്തേക്ക് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒരു 9 ഇഞ്ച്. ഇത് ഒരു 1.5 വയസ്സായ ഒരു കുട്ടിക്ക് ഒരു ടോപ്പ് അടിക്കാൻ കേട്ടോ ഇതുകൊണ്ട് ചെയ്യേണ്ടത്. അതേ 9 ഇഞ്ച് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്യാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇതുപോലെ ഒരു ലൈന് വരക്കാണ് കറക്റ്റായിട്ട്. എന്നിട്ട് ഈ മാർക്കിംഗ് വന്ന് അടിഭാഗത്തേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഈ സൈഡിലും രണ്ടാമത്തെ സൈഡിലും ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതുപോലെ വരക്കുക. നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഈ മുകളിലത്തെ ഈ മാർക്കിങ്ങും അതേപോലെ കറക്റ്റായിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാനിത് മാറ്റി വെച്ചു, ഇത് മാറ്റി വെച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ പിടിക്കുക. സെൻറ്ററിൽ പിടിച്ചിട്ട് ഇതുപോലെ മടക്കിന് വെക്കുകയാണ് കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിന് വെക്കുക. ഇതിൻ്റെ അടിഭാഗത്തെ പീസൊക്കെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. അത് ചുരുണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നീർത്തി കറക്റ്റായിട്ട് ആ ഫോൾഡിങ് കറക്റ്റായിട്ടുള്ള രൂപത്തിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, സെൻട്രൽ ഫോൾഡ് ചെയ്ത് കണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ ഒരു 8 ഇഞ്ചൊക്കെ മതി. അപ്പോൾ ഞാനൊരു 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ആ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഒരു 1.5 വയസ്സായ കുട്ടിക്കട്ടത് ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. അതേ 4 ഇഞ്ച് ഈ ഭാഗത്തും ഞാൻ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ റിഗാള്, അതായത് ആമോള്, അത് മാർക്ക് ചെയ്യാണ്. അത് ഈ മുകൾ ഭാഗത്തുനിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ലൈന് വരച്ചിട്ട് ഈ സൈഡിക്കും ഇതേപോലെ ഒന്ന് വരയ്ക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ചെസ്റ്റ് ഒരു 10.5 ഇഞ്ച് ഇടണുള്ളൂ. വൺ സൈഡ് ചെസ്റ്റ് 10.5 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി ഒരു 5.25 ഇഞ്ച് അത് ഞാൻ ഈ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യണം. ഇതേപോലെ 5.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ ഒരു 10 ഇഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 5 ഇഞ്ച് ഈ ഭാഗത്ത് അടിഭാഗത്ത് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ചെസ്റ്റിൻ്റെ അവിടെ 10.5, വൺ സൈഡ് ലൂസ്, അടിഭാഗത്ത് അതിൻ്റെ അടിയിൽ വേസ്റ്റിൻ്റെ അവിടെ 10 ഇഞ്ച്. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ 1 ഇഞ്ച് തുമ്പ് ഇട്ടിട്ടുണ്ട്. ആ തുമ്പും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ലൈന് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്, ചെറിയൊരു ഷേപ്പ് വരയ്ക്കുക കേട്ടോ. ഇതേപോലെ. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്യാൻ പോകണം. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. കറക്റ്റ് ആ മാർക്കിംഗ് കൂടെ തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഷേപ്പൊക്കെ കറക്റ്റ് അതേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം കേട്ടോ. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും യോക്ക് ഒരുമിച്ചാണ് കട്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ബട്ടൺസ് വരേണ്ട ഭാഗം ഈ ടോപ്പിൻ്റെ ബാക്ക് സൈഡാണ്. ഓക്കെ, ഇത് ബാക്ക് സൈഡ്, അതാണ് മാറ്റി വെക്കുക. ഇതാണ് ഫ്രണ്ട് വരുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ ഫ്രണ്ട് വരേണ്ട ഈ യോക്ക് ഭാഗം ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യാണ്. ഒരു 3.5 ഇഞ്ചാണ് ഞാൻ ഈ കഴുത്തിൻ്റെ വീതി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ഒരു 1.25 ഇഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, 1.25 മാർക്ക് ചെയ്തു കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ സെൻറ്ററിൽ നിന്ന് 1.25 മാർക്ക് ചെയ്തു. അതേപോലെ ഈ മുകൾ ഭാഗത്തു നിന്ന് അടിഭാഗത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. കഴുത്തിൻ്റെ ലെങ്ത്ത് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക ചെറുതായിട്ട്. ആ കഴുത്തിൻ്റെ ആകൃതിയിൽ അങ്ങനെ ഷേപ്പ് വരച്ചിക്കാണ്ട് അതിന് കട്ട് ചെയ്യാണ്. ഓക്കെ, കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൻ്റെ യോക്കും ഇതേപോലെ എടുക്കുകയാണ്. എടുത്തിട്ട് അതും കറക്റ്റ് ഇതുപോലെ സെൻറ്ററിൽ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഫ്രണ്ട് പീസ് അതിമ വെച്ചിട്ട് ആ കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്യാണ് കറക്റ്റായിട്ട്. ഇതേപോലെ മാർക്ക് ചെയ്തു. ഇനി ആ കഴുത്തിൻ്റെ ലെങ്ത്ത് ഒരു 1.5 ഇഞ്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറുതല്ലേ, ഒരു 1.5 ഇഞ്ച് കഴുത്ത്, ബാക്ക് കഴുത്ത് അടിഭാഗത്തേക്കുള്ള ലെങ്ത്ത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് ഇതുപോലെ ഷേപ്പ് വരച്ച് കണ്ട് കട്ട് ചെയ്യാം കേട്ടോ. കഴുത്തിൻ്റെ വീതി 3.5 ഇഞ്ച്, ഫ്രണ്ട് കഴുത്തിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ച്, അതുപോലെ ബാക്ക് കഴുത്തിൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ച്. ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ടും ബാക്കും യോക്ക് ഇതുപോലെ കഴുത്തൊക്കെ കട്ട് ചെയ്ത് കറക്റ്റായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൻ്റെ അടിഭാഗത്ത്, ഇതാണ് അതിൻ്റെ നേരെ അടിഭാഗത്തേക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പീസ് ഇതാണ് കേട്ടോ. ഓക്കെ, അതാണ് മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ ഈ വേസ്റ്റ് ലാസ്റ്റ് കട്ട് ചെയ്ത ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഏകദേശം വീതിയുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്.
അതേപോലെ തന്നെ ഒരു പീസ് അതിൻ്റെ കയ്യിൻ്റെ സൈഡൊന്നും കട്ടിയിടുക. ഇതെന്താ വെച്ചാൽ ഈ ടോപ്പിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഒരു പ്ലീറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ വീതിയിൽ 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ മതി. അതൊരു 1.5 ഇഞ്ച് വീതിയിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഈ ഭാഗം കൈ ഇതുപോലെ വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ആ 1.5 ഇഞ്ച് പീസ് വെച്ചുകൊണ്ട് അതിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 പീസ് ഉണ്ടാവും, അതായത് അത് ജോയിൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഓക്കെ, ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇതിൻ്റെ യോക്ക് എടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും യോക്ക് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ അടിക്കുകയാണ്. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ഇതിൻ്റെ ഷോൾഡർ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഫസ്റ്റ് അടിക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലെ കറക്റ്റ് തുമ്പൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. വളരെ സിമ്പിളാട്ടോ. നമ്മൾ ഒഴിവാക്കുന്നത് പോലത്തെ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് റീയൂസും ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പുകളൊക്കെ അടിക്കാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടിച്ചു. അതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യും. ഇതിൻ്റെ കഴുത്ത് പൈപ്പ് ചെയ്യണം. അതിനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ പീസിൻ്റെ വീതി ഒരു 3/4 ഇഞ്ചുള്ളൂ. ഓക്കെ, 3/4 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ക്രോസ് പീസാണ് ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ പീസിൻ്റെ ഒരു ഭാഗം ഫോൾഡ് ചെയ്തടിക്കണം. പക്ഷേ ഞാൻ ഇതിൻ്റെ ഭാഗം ഫോൾഡ് ചെയ്തടിക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു ബനിയൻ ക്ലോത്താണ്. അപ്പോൾ അത് പിന്നി പോരുന്നില്ല, അതിൻ്റെ സൈഡൊന്നും പിന്നണില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം ഫോൾഡ് ചെയ്തടിച്ചുകൊണ്ട് ആ ഫോൾഡ് ചെയ്ത് അടിക്കാത്ത ഭാഗം കഴുത്തും ഇതുപോലെ ചേർത്തി വെച്ചുകൊണ്ടാണ് നമ്മൾ പൈപ്പ് ചെയ്യാറ്. അപ്പോൾ ഇത് ഞാൻ ആ ഭാഗം ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടില്ല. കാരണം ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് അത് പിന്നി പോരുന്നില്ല, നൂലെടുത്ത് പോരുന്നില്ല. അതുകൊണ്ട് ആ പീസ് അതേപോലെ തന്നെ കഴുത്തുമ്മ വെച്ചുകൊണ്ട് ഒരേ വീതിയിൽ കറക്റ്റായിട്ട് ആ കഴുത്ത് ഫുള്ളായിട്ട് റൗണ്ടിൽ അടിച്ചെടുത്തിട്ടോ കഴുത്തുമ്മ. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ചെറിയ ഓരോ വെട്ടിട്ട് കൊടുക്കുക. ആ ഷേപ്പിൽ മൊത്തമായിട്ട് ചെറിയ ചെറിയ വെട്ട്, ആ സ്റ്റിച്ചുമ്മ തട്ടാതെ ചെറിയ ഒരു വെട്ടിട്ട് കൊടുക്കട്ടോ. അതായത് മറിക്കുമ്പോൾ അത് ശരിക്കും പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ഈ തുടക്കം ഈ എൻഡിൽ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഈ തലഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇത് ഉള്ളിൽ കവർ ചെയ്തിട്ട് ഒരേ വീതിയിൽ തന്നെ കവർ ചെയ്തിട്ട് ആ തെല്ലിന്, ആ പൈപ്പ് ചെയ്ത ആ തെല്ലിന് അടിക്കുക കേട്ടോ. ഫുള്ളായിട്ട് ആ കഴുത്ത് ഫുള്ളായിട്ട് ആ പൈപ്പ് ചെയ്ത ആ പീസിൻ്റെ ആ തെല്ലിന് ഫുള്ളായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് ഒരേപോലെ തന്നെ പൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരേപോലെ പൈപ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അടിക്കുമ്പോൾ ഒരേ വീതിയിൽ തന്നെ അടിക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതുപോലെ പൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ കഴുത്ത് പൈപ്പ് ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ കയ്യിൻ്റെ ആ ഭാഗം, കൈ വരേണ്ട ആ മോളില്ല, കൈ അതിന് ഫിറ്റ് ചെയ്യണില്ല. അതായത് ആ മോള്, ആ റിഗാളിൻ്റെ ആ ഷേപ്പ്, ആ ഭാഗം നമ്മൾ കഴുത്ത് ചെയ്ത അതേപോലെ ഒരു പീസ് എടുത്തുകൊണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ആ 2 പീസും ആ ബോഡി പീസും ഈ പൈപ്പ് ചെയ്യേണ്ട പീസും ഒപ്പം വെച്ചുകൊണ്ട് ഒരേ വീതിയിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും എല്ലാ ഭാഗത്തും ഇതുപോലെ ചെറിയ ഓരോ വെട്ടിടുക. ആ ഷേപ്പിൽ മൊത്തമായിട്ട് വെട്ടിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ഇതുപോലെ ഉൾഭാഗത്തേക്ക് മറിച്ചുകൊണ്ട് അടിക്കട്ടോ. സാധാരണ നമ്മൾ ചെയ്യേണ്ടമാരുള്ള പൈപ്പിംഗ് നമ്മൾ ഒരു പ്രശ്നത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നിങ്ങൾ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. കാണാത്തവരിൻ്റെ ചാനലിൻ്റെ ഹോം പേജ് പോയാൽ നിങ്ങൾക്കത് നിങ്ങളെടുത്ത് കാണുക. നല്ല വ്യത്യസ്ത മോഡലുകളുള്ള വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് ബേബി ഡ്രസ്സ് ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഹോം പേജ് പോയിക്കൊണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ അതെടുത്ത് കാണുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡിലും ആ റിഗാളിൻ്റെ ആ ഭാഗം അതേപോലെ ഞാൻ പൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 2 സൈഡും പൈപ്പ് ചെയ്തു, കഴുത്തും പൈപ്പ് ചെയ്തു. ഈ ഭാഗമാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ബട്ടൺസുള്ള ഭാഗമാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഫ്രണ്ട് ഭാഗം പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം. ഇതാണ് ബാക്ക് സൈഡ്. ഈ ബട്ടൺസുള്ള ഭാഗമാണ് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുന്നത്. ഇവിടെ ഈ അടിഭാഗത്ത് ലാസ്റ്റ് കുറച്ച് ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഓപ്പണ് ആ അടിഭാഗം ഒരു ഇഞ്ചിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് ആ തെല്ലിന് തന്നെ അടിച്ചാൽ മതി. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ആ ഭാഗം അടിഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ സൈഡ് അടിക്കുകയാണ്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ലൂസ് 10 ഇഞ്ചാണ്. അപ്പോൾ അതിനൊരു 5.25 കറക്റ്റ് സെൻറ്ററിൽ വെച്ചുകൊണ്ട് 2 ഭാഗത്തേക്കും 5.25 ഇഞ്ച് 10 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്തു. അതേപോലെ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഞാൻ ആദ്യം മാർക്ക് ചെയ്തു. എന്നിട്ട് അടിഭാഗത്തെ ഇവിടെ വരേണ്ട ലൂസ് 10 ഇഞ്ചാണ്. അപ്പോൾ ആ മാർക്കിങ്ങിൽ നിന്ന് 2 സൈഡിക്കും 5 ഇഞ്ച് വെച്ചുകൊണ്ട് കറക്റ്റ് 10 ഇഞ്ച് സെൻറ്ററിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. അതായത് നമ്മൾ അടിക്കാൻ പോകുന്ന കുട്ടീൻ്റെ ടോപ്പിൻ്റെ ലൂസ് കറക്റ്റായിട്ട് ഈ യോക്ക് പീസുമ്പോൾ മാർക്ക് ചെയ്യുക. അത്രേ ഇതുള്ളൂ. ഓക്കെ, അങ്ങനെ ആ അടിക്കാൻ പോകുന്ന ടോപ്പിൻ്റെ കറക്റ്റ് ലൂസ് ഞാൻ അതിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തിക്കാണ്ട് കറക്റ്റായിട്ട് അടിക്കുക. അതായത് 1 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ തുമ്പിട്ടിട്ടുള്ളത്. ആ തുമ്പ് കറക്റ്റാക്കി അടിച്ചാലും മതി കേട്ടോ. അളവ് നോക്കണമെന്നില്ല. നമ്മൾ എത്ര ഇഞ്ചാണ് തുമ്പിട്ടിട്ടുള്ളത് ആ തുമ്പ് കറക്റ്റാക്കി അടിച്ചാലും മതി. ഇനി ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഈ പീസ് ഇവിടെ ഫിറ്റ് ചെയ്യണം.
ഇവിടെ ജോയിൻറ്റ് ചെയ്യണം. പ്ലീറ്റ് ഇട്ടുകൊണ്ടാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ ആദ്യം ഈ ബട്ടൺസിൻ്റെ അവിടെ നിന്ന് ഓപ്പൺ ആക്കിയിട്ട് ഈ ബട്ടൺസ് ഞാൻ കഴിച്ച് ഒഴിവാക്കുകയാണ്. ഈ ബട്ടൺസിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, ആ ബട്ടൺസ് ഒഴിവാക്കിയിട്ട് ആ ഭാഗം സ്റ്റിച്ച് കഴിച്ചുകൊണ്ട് നീർത്തുകയാണ്. അപ്പോൾ അത്രയും ലൂസ് അവിടെ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. ഈ രണ്ടാമത്തെ സൈഡ് ഈ ഓൾസ് വരേണ്ട ഭാഗമുണ്ട്, ഷർട്ടിൻ്റെ ഓൾസ് വരേണ്ട ഭാഗം അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പീസ് ഈ ഭാഗം ഒരു സൈഡ് ഫുള്ളായിട്ട് പ്ലീറ്റ് വെക്കുകയാണ്. ചെറിയ ഓരോ പ്ലീറ്റ് വെക്കുക കേട്ടോ. ഒരേ വീതിയിൽ തന്നെ പ്ലീറ്റ് വെക്കുക. ഒരു ഇഞ്ച് വീതി ഇട്ടിട്ട് ചെറിയ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിക്കാണ്ട് ചെറിയ ഓരോ പ്ലീറ്റ് വെക്കാനേ ഈ തുണി ഉണ്ടാവുകയുള്ളൂ. കാരണം അതായത് ഷർട്ടിൻ്റെ അടിഭാഗത്ത് കിട്ടേണ്ട ഉള്ള ലൂസിലുള്ള പീസ് വെച്ചിക്കാണ്ടാണ് നമ്മളിതിൻ്റെ അടിയിലേക്ക് പ്ലീറ്റ് വെച്ചിക്കാണ്ട് തുണി വെക്കേണ്ടത്. അതിൻ്റെ ആ സ്കേർട്ട് പീസ് വെക്കേണ്ടത്. അപ്പോൾ ഉള്ള പീസിനനുസരിച്ച് ചെറിയ ഓരോ പ്ലീറ്റ് ഇടുക. 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിക്കാണ്ട് 1/4 ഇഞ്ചിൽ ഓരോ ചെറിയ പ്ലീറ്റ് ഇടാനേ ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് കണ്ടൊന്ന് വെച്ച് നോക്കുക കറക്റ്റ് തന്നെയാണോ എന്ന്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി കമ്മി വരികയാണെങ്കിൽ ഒന്നും കൂടെ ആ പ്ലീറ്റ് അയച്ച് കാണ്ട് കുറച്ചും കൂടെ കമ്മിയാക്കിയിട്ട് പ്ലീറ്റ് ഇട്ട് കാണ്ട് അതിമക്കൊണ്ട് ഒപ്പിച്ചെടുത്താൽ മതി. അത്രേ ഇതിന് തുണി ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സൈഡ് അടിക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് ചെറിയ വീതിയിൽ അടിച്ചാൽ മതി. ഇനി പിന്നെ പോരേണ്ട തുണിക്കാണെങ്കിൽ കുറച്ച് വീതിയിലോ അല്ലെങ്കിൽ കവർ ചെയ്ത് കൊണ്ടൊക്കെ അടിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഫിറ്റ് ചെയ്യാണ്. ഈ യോക്കുമ്മേ ഈ സ്കേർട്ടിൻ്റെ പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ഫിറ്റ് ചെയ്യണം. അതായത് ഇത് റൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയ്ത പോലെ കേട്ടോ, ഈ യോക്കിൻ്റെ ഈ പീസും ഈ പ്ലീറ്റ് വെച്ച ഈ സ്കേർട്ടിൻ്റെ പീസും ഇതേപോലെ ഒപ്പം വെച്ചുകൊണ്ട് റൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ റൗണ്ട് ചെയ്യാണ്. ഇത് ഇങ്ങനെ അടിക്കലാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇത് നിങ്ങൾക്ക് അടിക്കാം, ഇങ്ങനെ അടിക്കാൻ നിങ്ങൾക്ക് റിസ്ക് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ യോക്ക് അടിച്ച് കഴിഞ്ഞിട്ട് യോക്കിൻ്റെ ഒരു ഭാഗം ജോയിൻറ്റ് ചെയ്യുക, രണ്ടാമത്തെ ഭാഗം ജോയിൻറ്റ് ചെയ്യാതെ അങ്ങനെ വെക്കുക. യോക്കിൻ്റെ ഒരു സൈഡ് നമ്മൾ അടിക്കുക ലൂസ് കറക്റ്റ് ആക്കിയിട്ട്, രണ്ടാമത്തെ സൈഡ് അടിക്കാതെ വെക്കുക. വെച്ചിട്ട് ഈ സ്കേർട്ട് പീസ് കഴിയുമ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ രണ്ടാമത്തെ സൈഡ് ഒന്നായിട്ട് അടിഭാഗം വരെ മൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ അടിഭാഗത്തേക്ക് വെക്കാനുള്ളൊരു പീസാണ്. ഒരു 1.5 ഇഞ്ച് വീതിയുള്ളൊരു പീസ് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തില്ലേ, ആ പീസാണിത്. ഇതിലൊരു 3 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട്. അതായത് ഒരു പീസ് നമ്മൾ അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്തു, ബാക്കി 2 പീസ് കയ്യുമെന്നാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്യാണ് കേട്ടോ. ഇതേപോലെ ജോയിൻറ്റ് ചെയ്തിട്ട് ഈ പീസ് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടുകയാണ്. ചെറിയ പ്ലേറ്റ് ഇട്ടാൽ കുറച്ച് അടുത്തടുത്ത് പ്ലേറ്റ് ഇട്ടാൽ ഇത് തുണി ഉണ്ടാവും. ഇനി ഇതുകൊണ്ട് ഈ പീസ് കമ്മി വരികയാണെങ്കിൽ നമുക്ക് ഇനി ഒരു കയ്യും കൂടെ കട്ട് ചെയ്തെടുക്കാണ്ട് ആ കയ്യും മുൻപാടെ ഒരു പീസും കൂടെ കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് ഇതുപോലെ പ്ലേറ്റ് വെക്കുക കേട്ടോ. കുറച്ച് അടുത്തടുത്ത് പ്ലേറ്റ് ഇട്ടാൽ മതി, നല്ല കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. ഈ പീസിൻ്റെ ഒരു ഭാഗം മടക്കി അടിക്കണ്ട. ഈ 1.5 ഇഞ്ച് വീതിയുള്ള ഈ പീസിൽ നമ്മളിപ്പോൾ ഈ ഫിറ്റ് ചെയ്യേണ്ട പീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഭാഗം മടക്കി അടിക്കണം ശരിക്കും. ഞാൻ അത് അടിക്കണില്ല, കാരണം എന്താ വെച്ചാൽ ഇത് ബനിയൻ ക്ലോത്തിൻ്റെ ഒരു തുണിയാണ്. ഇത് പിന്നി പോരാത്തൊരു തുണിയാണ്, നൂലെടുത്ത് പോരാത്തൊരു പീസാണ്, അതുകൊണ്ടാണ് അടിക്കാത്തതായി. നിങ്ങൾ അടിക്കുമ്പോൾ നല്ല വേറെ ഏതെങ്കിലും ഷർട്ട്, കോട്ടൻ്റെ ഷർട്ടൊക്കെ ആണെങ്കിൽ ആ സൈഡ് ഒരു ഭാഗം മടക്കി അടിച്ചിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് അതിന് അതുപോലെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ഒഴിവാക്കുന്ന ഒരുപാട് ഷർട്ടുകളും ചെറിയൊരു ഡാമേജോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒഴിവാക്കുന്ന ഷർട്ടുകൾ കൊണ്ടൊക്കെ ഇതൊക്കെ പോലെ ടോപ്പൊക്കെ അടിച്ച് നമുക്ക് വീണ്ടും അത് റീയൂസും ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഒരു 18 ഇഞ്ചിലാണ് ഇത് അടിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഷോൾഡർ ഞാൻ കട്ട് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞു 8 ഇഞ്ചാണ്, ചെസ്റ്റ് 10 ഇഞ്ചാണ്, ഇവിടുത്തെ ലൂസ് വരുന്നൊരു 10 ഇഞ്ചാണ്, ഇതിൻ്റെ യോക്കിൻ്റെ ലെങ്ത്ത് ഒരു 8 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.